കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കുന്നു. പ്രിയമുള്ളവരുടെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, നന്മ പ്രവർത്തിക്കുന്നവർക്ക് അതിന് ചില പ്രതിഫലങ്ങളുണ്ട്. തിന്മ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം മുകളിലത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ പറയാം, നന്മ പ്രവർത്തിക്കുന്നവർക്കും പ്രതിഫലമുണ്ട്. ചിലപ്പോൾ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ മനുഷ്യരാരും നമ്മളെ കണ്ടില്ലെന്ന് വരും. ചിലപ്പോൾ അവരാരും നമ്മളെ ആദരിച്ചില്ലെന്ന് വരും. മനുഷ്യരാരും നമ്മളെ സ്നേഹിച്ചില്ലെന്ന് വന്നേക്കാം. ആരും അതിന് വില കൽപ്പിച്ചില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും, നിങ്ങൾ ഓരോ നന്മ ചെയ്യുമ്പോഴും, ഓരോ നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നിങ്ങൾ അറിയാതെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുന്ന കർത്താവാണ്. നമ്മുടെ നന്മ വെറുതെ പോകുന്നില്ല. നമ്മൾ ചെയ്ത നന്മ, ചിലപ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില സമയനഷ്ടം, സാമ്പത്തിക നഷ്ടം, അങ്ങനെ പല നഷ്ടങ്ങളും നമുക്കുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും നഷ്ടമല്ല. അവിടെ പറയാം, നന്മ പ്രവർത്തിക്കുന്ന ഏവനും, ആരെയും ഒഴിവാക്കുന്നില്ല. നന്മ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും കർത്താവ് തരുന്ന 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവർക്ക് മഹത്വം കർത്താവ് നൽകുന്നു, അവരെ മഹത്വപ്പെടുത്തും. ആ നന്മ ചെയ്യുന്നവരെ കർത്താവ് മഹത്വപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവർക്ക് മഹത്വം നൽകുന്ന, അവരെ ഉയർത്തി കാണിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. മാനം നൽകും. ലോകക്കാരും നിങ്ങളെ മാനിച്ചില്ലെങ്കിലും, നാട്ടുകാരും നിങ്ങളെ മാനിച്ചില്ലെങ്കിലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ മാനിക്കാൻ, ലോകത്തിന് മാനിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കഴിവുകളൊന്നുമില്ല. നമുക്കതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്കില്ലായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, കർത്താവ് നമുക്ക് മഹത്വവും മാനവും സമാധാനവും നൽകുന്നു. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായിരിക്കുന്നു! കർത്താവ് നമുക്ക് സമാധാനം തരുന്നു, കർത്താവ് നമുക്ക് മഹത്വം തരുന്നു, കർത്താവ് നമുക്ക് മാനം തരുന്നു. അതുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്നത് മുടക്കരുത്. നന്മ പ്രവർത്തിക്കാൻ എപ്പോഴൊക്കെ അവസരം കിട്ടുമോ ആ അവസരങ്ങളെല്ലാം നന്നായി വിനിയോഗിക്കണം, നന്നായി നന്മ ചെയ്യണം. കാര്യം നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലമുണ്ട്. അത് ഒരിക്കലും പ്രതിഫലമില്ലാതെ പോവുകയല്ല. നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലം കർത്താവ് തരും. നിങ്ങളെ മാനിക്കും, നിങ്ങളെ മഹത്വമുള്ളവരാക്കും. അതിലൊക്കെ ഉപരി കർത്താവ് നമുക്ക് സമാധാനം തരും. ആ കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കാൻ, നമുക്ക് നന്മ ചെയ്ത് നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പകലും കർത്താവ് നമുക്ക് നന്മ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന പകലാണ്. ഈ പകൽ നമുക്ക് നന്മ ചെയ്യാൻ അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ അവസരം കളയരുത് എന്ന് ഓർപ്പിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, ഞങ്ങൾക്ക് കർത്താവ് മാനവും മഹത്വവും സമാധാനവും തരുന്ന കർത്താവാണല്ലോ. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമൊക്കെ വർദ്ധിച്ചു വരട്ടെ, മാന്യത വർദ്ധിച്ചു വരട്ടെ, മഹത്വം വർദ്ധിച്ചു വരട്ടെ. അതിനുവേണ്ടി കർത്താവ് ഞങ്ങൾക്ക് കർത്താവ് കിട്ടുന്ന അവസരമൊക്കെ നന്മ ചെയ്യാൻ കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം നന്മ ചെയ്യാം, നമുക്ക് മാന്യത അനുഭവിക്കാം.